ഫ്രണ്ട്സ്, വെൽക്കം ടു വീട്ടടുക്കള. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് കട്ട്ലറ്റാണ്. അതിനുവേണ്ടി ഞാനിവിടെ 8 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. 2 പൊട്ടറ്റോസ് ബോയിൽ ചെയ്ത് സ്മാഷ് ചെയ്ത് വെച്ചതാണ്, ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത്, ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത്, ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. പാൻ വെച്ച് കൊടുത്തു, അതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി നമുക്കിതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമുക്കിതിലോട്ട് ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം, ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം, പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ജീരകം വറുത്ത് പൊടിച്ച് ഇട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് നാരങ്ങ നീര് പീഞ്ഞു കൊടുക്കാം. നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇനി കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്തെടുക്കാം. ഞങ്ങളുടെ മസാല ഇവിടെ റെഡിയായി. ഒന്ന് തണുത്ത് വരട്ടെ. അതിനുശേഷം ഞങ്ങൾ കട്ട്ലറ്റ് ഉണ്ടാക്കി തുടങ്ങാം. മസാലയൊക്കെ തണുത്ത് ഞങ്ങൾക്ക് ഇനി ഉണ്ടാക്കി തുടങ്ങാം. ബ്രെഡ് ഇവിടെ പീസ് പീസായി കട്ട് ചെയ്ത് വിടാം. ബ്രെഡൊക്കെ ഞങ്ങൾ ഇവിടെ ബ്രഷ് ചെയ്തിട്ടു. ഇനി ഞങ്ങൾക്ക് ഇതിലോട്ട് ഈ മസാല ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കട്ട്ലറ്റിൻ്റെ മസാലയൊക്കെ ഇവിടെ റെഡിയായി. ഞങ്ങൾ ഉണ്ടാക്കി തുടങ്ങാം. ബോൺസായി ഞങ്ങൾക്കിത് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിത് ഏത് ടിപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയും ആക്കിയെടുക്കാം. ഇനിയെല്ലാം ഇതുമാതിരി ഉണ്ടാക്കിയെടുക്കാം. ബ്രെഡ് കട്ട്ലറ്റ് ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ച് നമുക്കിത് എണ്ണയിൽ വറുത്തെടുക്കാം. ചൂടായി ഞങ്ങൾക്ക് ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാം. തിരിച്ചിട്ട് കൊടുക്കാം. ബ്രെഡ് കട്ട്ലറ്റ് റെഡിയായി. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.